നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സോയാബീൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോയാബീൻ കൊണ്ടൊരു ഫ്രൈ വളരെ ടേസ്റ്റാണ്. സാധാരണ നമ്മുടെ ബീഫ് ഫ്രൈയുടെ ഒക്കെ അതേ ടേസ്റ്റിൽ നമുക്ക് ഈ സോയാബീൻ ഫ്രൈ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സോയാബീൻ എടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. ചിലർ ഇങ്ങനെ കുതിർത്ത് വെച്ചതിന് ശേഷം നേരിട്ട് കുക്ക് ചെയ്യും. പക്ഷേ ഞാൻ കുക്കറിൽ ഒന്നുകൂടെ വേവിച്ചതിന് ശേഷമാണിത് കുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ സോയാബീൻ എടുത്ത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് ഒരു കുക്കറിലേക്ക് എടുക്കാം. പിന്നെ അതിലേക്ക് 2 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് എരിവിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്, കാരണം ഒരു കളറൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചേർത്തേക്കുന്നത് 1 സ്പൂൺ ബീഫ് മസാലയാണ്. അപ്പം സോയാബീന് ചിക്കൻ മസാലയെക്കാട്ടിലും ബീഫ് മസാല ഇട്ട് ചേർക്കുമ്പം വേറൊരു ടേസ്റ്റാണുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ വിസിൽ മതി, അപ്പോഴത്തേക്കിനും നമ്മുടെ സോയാബീൻ റെഡിയാകും. അപ്പോൾ നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയി വരുമ്പോഴത്തേക്കിന് നമുക്കൊരു പാന് അടുപ്പിൽ വെക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സോയാബീൻ ഈ വെളിച്ചെണ്ണയിൽ കിടന്നാണ് ഫ്രൈ ആകുന്നത്. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കണം. പെരുംജീരകം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. പിന്നെ 2-3 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെയാണ് നമ്മൾ വെന്ത് വെച്ചിട്ടുള്ള സോയാബീനോട് ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഈ സോയാബീനും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒരുമിച്ച് കിടന്നൊന്ന് ഫ്രൈ ആയി വരുമ്പോഴാണ് സോയാബീൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വെളുത്തുള്ളി ഫ്രൈ ആവുന്നിടം വരെ നോക്കി നിൽക്കേണ്ട. വെളുത്തുള്ളിയോടൊപ്പം തന്നെ നമ്മൾ സോയാബീനും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ വെളുത്തുള്ളിയും സോയാബീനും ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടൊരു നല്ല മണമാണ് വരുന്നത്. ഇത് നന്നായിട്ടൊന്ന് എണ്ണയിലൊക്കെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ചുമന്ന മുളക് ചതച്ചതാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർക്കേണ്ട. പക്ഷേ ഇങ്ങനെ മുളക് ചതച്ച് ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക.
അപ്പോൾ സോയാബീനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാള ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി സവാള വഴറ്റുകയൊന്നും വേണ്ട, ജസ്റ്റ് ഈ സോയാബീനുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഈ സോയാബീൻ ഫ്രൈക്ക് കുറച്ച് എരിവ് കൂടുതലുള്ളതാണ് നല്ലത്. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം, അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. സോയാബീന് സവാളയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയാബീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സാധാരണ ബീഫ് ഫ്രൈയുടെ അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.